കേംബ്രിഡ്ജിലെ കൊച്ചുമുറിയിൽ ഒരു മേശവിളക്കിൻ്റെ വെട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും പ്രതിഭകളിൽ ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന പോരാട്ടത്തിലാണ്. സ്റ്റീഫൻ ഹോക്കിംഗ്. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ചക്രക്കസേരയിലിരിക്കുന്ന കമ്പ്യൂട്ടറിലൂടെ മാത്രം സംസാരിക്കുന്ന ഒരു രൂപമാണ്. പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. പേശികൾ ഓരോന്നായി തളർന്നു പോയിട്ടും ചലിക്കാൻ പോലുമാകാതെ ആ കസേരയിൽ തളച്ചിടപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ തേടി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഹോക്കിങ്ങിൻ്റെ മുഖത്ത് ആകെ ചലിക്കുന്നത് ഒരു ചെറിയ പേശി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വലത് കവിളിലെ ഒരു ചെറിയ തുടുപ്പ്. ആ തുടുപ്പിന് ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കണ്ണടയിൽ ഒരു ഇൻഫ്രാറെഡ് സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. കവിളിലെ ആ ചെറിയ ചലനം കൊണ്ട് അദ്ദേഹം തൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ അക്ഷരങ്ങൾ ഓരോന്നായി തിരഞ്ഞെടുക്കും. ചിന്തിച്ചു നോക്കിയേ, മിനിറ്റിൽ ഒരു വാക്ക് മാത്രം ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ തൻ്റെ അവസാന നാളുകളിൽ എന്തിനെക്കുറിച്ചായിരിക്കും എഴുതുക? മക്കൾക്കുള്ള കത്തോ തൻ്റെ ജീവിത കഥയോ ഒന്നുമല്ല അദ്ദേഹം എഴുതിയത്. മറിച്ച് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നും അതിൻ്റെ ഭാവി എന്താണെന്നും വിശദീകരിക്കുന്ന അതീവ സങ്കീർണമായൊരു ശാസ്ത്ര പ്രബന്ധമായിരുന്നു അത്. അതൊരു സാധാരണ പേപ്പറല്ല. സ്ട്രിംഗ് തിയറിയും ക്വാണ്ടം മെക്കാനിക്സും ഹോളോഗ്രാഫിയും ഒക്കെ കൂടിച്ചേർന്ന ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ മേഖലകളെ സ്പർശിക്കുന്ന ഒന്നായിരുന്നു അത്. ആ പ്രബന്ധത്തിന് അദ്ദേഹം നൽകിയ പേരിതായിരുന്നു: എ സ്മൂത്ത് എക്സിസ്റ്റ് ഫ്രം എറ്റേണൽ ഇൻഫ്ലേഷൻ. ശ്രദ്ധിക്കുക, ആ പേരിൻ്റെ അവസാനം അദ്ദേഹം ഒരു ചോദ്യചിഹ്നം ഇട്ടിരുന്നു. 2018 മാർച്ച് 4 തൻ്റെ കവിളിലെ പേശികൾ അനക്കി അദ്ദേഹം ആ പ്രബന്ധത്തിൻ്റെ അവസാനത്തെ മിനുക്കുമണികൾ പൂർത്തിയാക്കുന്നത്. ഏകദേശം കൃത്യം 10 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 14 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും മരിക്കാൻ പോകുന്ന ആ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ഇത്രയും കഠിനമായൊരു വിഷയത്തിന് പിന്നാലെ കഷ്ടപ്പെട്ടു പോയത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ കരുതിയിരുന്ന എല്ലാ ധാരണകളെയും തിരുത്തിക്കുറിക്കാൻ പോകുന്ന എന്ത് രഹസ്യമാണ് അദ്ദേഹം അവിടെ ഒളിപ്പിച്ചു വെച്ചത്? So remember to look up at the stars and not down at your feet. Try to make sense of what you see and wonder about what makes the universe exist. Be curious. ഹായ്, എൻ്റെ പേര് ജിതിൻ രാജ് ആർ എസ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായി ഞാൻ ശാസ്ത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു. മാത്രമല്ല, ബിസിനസ്സിനെ കുറിച്ചും സെൽഫ് ഹെൽപ്പിനെ കുറിച്ചും ഒക്കെ ബന്ധപ്പെട്ട വീഡിയോസുകൾ ഇടുന്ന ചാനലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ബ്ലോഗും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളും അടങ്ങിയ വെബ്സൈറ്റിൻ്റെ ലിങ്കും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അവസാനത്തെ ഒരു പ്രബന്ധത്തെക്കുറിച്ചാണ്. പക്ഷേ അതിന് മറ്റു ചില മാനങ്ങളുണ്ട് താനും. ഈ കഥ തുടങ്ങുന്നത് ഹോക്കിങ്ങിൻ്റെ മുറിയിലല്ല, മറിച്ച് ഏകദേശം 40 വർഷം പുറകിലാണ്. അതായത് 1980-കളിൽ അലൻ ഗുത്ത് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കോസ്മിക് ഇൻഫ്ലേഷൻ അഥവാ പ്രപഞ്ച വികാസം എന്നൊരാശയം മുന്നോട്ട് വച്ചിരുന്നു. പ്രപഞ്ചമുണ്ടായ ആ ആദ്യത്തെ നിമിഷത്തിൽ, അതായത് ബിഗ് ബാങ്ങിന് തൊട്ടു പിന്നാലെ 1 സെക്കൻഡിൻ്റെ കോടിക്കണക്കിൽ ഒരു അംശം സമയം കൊണ്ട് പ്രപഞ്ചം കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വികസിച്ചു. ഇതായിരുന്നു ആ സിദ്ധാന്തം. ഇത് വെറുമൊരു വേഗതയല്ല, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ളൊരു വളർച്ചയായിരുന്നു. അതായത് ഓരോ നിമിഷവും വലിപ്പം ഇരട്ടിയായി മാറുന്ന അവസ്ഥ. ഗവേഷകർ എന്തുകൊണ്ട് ഇത്രയും ഭ്രാന്തമായൊരു കാര്യം ചിന്തിച്ചു എന്നൊരു ചോദ്യം വരാം. അതിന് കൃത്യമായ കാരണമുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് അന്ന് വരെ ഉത്തരം കിട്ടാതിരുന്ന വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ കിട്ടുമായിരുന്നു. ആദ്യത്തെ പ്രശ്നം പ്രപഞ്ചത്തിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെ അളക്കുമ്പോൾ അത് തികച്ചും ഫ്ലാറ്റ് അഥവാ പരന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും വലിയ പ്രപഞ്ചം ഇങ്ങനെ കൃത്യമായി പരന്നിരിക്കണമെങ്കിൽ ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് അതീവ കൃത്യമായൊരു കണക്കുകൂട്ടൽ നടന്നിരിക്കണം. ഇൻഫ്ലേഷൻ വഴി ഇത് ലളിതമായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഒരു ബലൂൺ വീർപ്പിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അതിൽ എത്ര ചുളിവുകൾ ഉണ്ടെങ്കിലും അത് വല്ലാതെ വീർക്കുമ്പോൾ അതിൻ്റെ ഉപരിതലം പരന്നതായി മാറുമല്ലോ. അതുതന്നെയാണ് പ്രപഞ്ചത്തിലും സംഭവിച്ചതെന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രശ്നം ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തുള്ള ഭാഗവും മറ്റേ അറ്റത്തുള്ള ഭാഗവും തമ്മിൽ പ്രകാശത്തിന് പോലും സഞ്ചരിക്കാൻ കഴിയാത്തത്ര ദൂരമുണ്ട്. എന്നിട്ടും അവിടുത്തെ താപനില എങ്ങനെ സെയിമായി വരുന്നു? ഇൻഫ്ലേഷൻ പറയുന്നത് വികസിക്കുന്നതിന് മുൻപ് ഈ ഭാഗങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. വികസിച്ചപ്പോൾ അവ അകന്നുപോയി എന്ന് മാത്രം. മൂന്നാമത്തെ കാര്യം നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിലുണ്ടായ ചെറിയ മാറ്റങ്ങളാണ് ഇൻഫ്ലേഷൻ എന്ന ഈ വലിയ വികാസം വലുതാക്കിയതും അവ പിന്നീട് ഗാലക്സികളായി മാറുകയും ചെയ്തത്. ഈ ഇൻഫ്ലേഷൻ തിയറി പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണെങ്കിലും അവിടെ ഒരു വലിയ കുരുക്കൊളിഞ്ഞിരിക്കുന്നുണ്ട്. മാത്തമാറ്റിക്കലി ഇൻഫ്ലേഷനെ പരിശോധിച്ചാൽ ശാസ്ത്രജ്ഞർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം അറിയാൻ പറ്റും. ഇൻഫ്ലേഷൻ ഒരിക്കൽ തുടങ്ങിയാൽ അത് എല്ലായിടത്തും ഒരേപോലെ നിൽക്കില്ല. നമ്മുടെ പ്രപഞ്ചമുണ്ടായ ഭാഗത്ത് അത് നിന്നുപോയെങ്കിലും മറ്റു പല ഇടങ്ങളിലും അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നിർത്താൻ ഒരു വഴിയുമില്ലാത്തൊരവസ്ഥ. ഇതിനെയാണ് ഗവേഷകർ എറ്റേണൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അനന്തമായ എണ്ണം പ്രപഞ്ചങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു മൾട്ടിവേഴ്സ്.
ഇത് നമ്മൾ സിനിമകളിൽ കാണുന്ന തരം പാരലൽ യൂണിവേഴ്സ് ഒന്നുമല്ല, മറിച്ച് ഓരോ പ്രപഞ്ചത്തിലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥ. ചിലയിടത്ത് ഗ്രാവിറ്റി സ്ട്രോങ് ആയിരിക്കും, ചിലയിടത്ത് പ്രകാശത്തിൻ്റെ വേഗത മറ്റൊന്നായിരിക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്, കാരണം എല്ലാം സാധ്യമായ ഒരു ലോകത്ത് നമുക്കൊന്നിനെയും കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സയൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻസും ഒബ്സർവേഷൻസും ആണ്. എന്നാൽ മൾട്ടിവേഴ്സ് എന്ന ആശയത്തിൽ എല്ലാം ഒരു ലോട്ടറി പോലെയാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ലോട്ടറി അടിച്ചതാണ് എന്ന് പറയേണ്ടി വരും. ഇത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു തോൽവിയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അലട്ടിയിരുന്നതും ഇതായിരുന്നു. പ്രപഞ്ചം എന്നത് അന്ധമായൊരു ലോട്ടറി അല്ല, മറിച്ച് കൃത്യമായ നിയമങ്ങളാൽ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനൊരു പരിഹാരം കാണാനാണ് അദ്ദേഹം 1983 ജെയിംസ് ഹാർട്ടിലിക്കൊപ്പം നോ ബൗണ്ടറി പ്രൊപ്പോസൽ എന്ന ആശയം കൊണ്ടുവരുന്നത്. ബിഗ് ബാങ്ങിന് മുമ്പ് എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചു. ഭൂമിയുടെ തെക്കേ അറ്റമായ സൗത്ത് പോളിൽ പോയിട്ട് അതിന് താഴെ എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അവിടെ ഭൂമി അവസാനിക്കുന്നില്ലല്ലോ, പകരം അത് വളഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ സമയവും ബിഗ് ബാങ്ങിൻ്റെ അവിടെ വെച്ച് ഒരു വളവ് പോലെ വരികയാണെന്നും അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നും അദ്ദേഹം വാദിച്ചു. പക്ഷേ ഇതിലും ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഹോക്കിങ്ങിൻ്റെ ഈ മോഡൽ പ്രകാരം ഉണ്ടാകുന്ന പ്രപഞ്ചങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം. തൻ്റെ അവസാന നാളുകളിൽ ഹോക്കിംഗ് ഈ പ്രശ്നത്തെയാണ് നേരിട്ടത്. അതിനായി അദ്ദേഹം ഉപയോഗിച്ചത് ഹോളോഗ്രഫി എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ആശയത്തെയാണ്. ഹോളോഗ്രഫി എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു 3 ഡയമെൻഷനിലുള്ള വസ്തുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ഒരു 2 ഡയമെൻഷനൽ സർഫസിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ്. ഒരു ഫിഷ് ടാങ്ക് സങ്കല്പിക്കുക. അതിനുള്ളിൽ മീനുകളെയും വെള്ളത്തിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഗ്ലാസിൻ്റെ ഭിത്തികളിൽ തന്നെ രേഖപ്പെടുത്തി വയ്ക്കാം എന്ന് പറയുന്നത് പോലെ ഹോക്കിംഗ് ഈ തത്വത്തെ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള സങ്കീർണമായ കാര്യങ്ങളെ കണക്ക് കൂട്ടുന്നതിന് പകരം അതിൻ്റെ അതിർത്തിയിലുള്ള വിവരങ്ങളെ അദ്ദേഹം പരിശോധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കിട്ടിയ റിസൾട്ട് അത്ഭുതകരമായിരുന്നു. മൾട്ടിവേഴ്സ് എന്ന സങ്കല്പത്തിൽ പറയുന്ന പോലെ എല്ലാത്തരം പ്രപഞ്ചങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. ചില പ്രത്യേകതരം പ്രപഞ്ചങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അതായത് പ്രപഞ്ചമുണ്ടായ ആ നിമിഷത്തിൽ തന്നെ ഒരുതരം ഫിൽറ്ററിംഗ് നടക്കുന്നുണ്ട്. ഇതൊരു ബയോളജിക്കൽ എവല്യൂഷൻ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിലനിൽക്കാൻ യോഗ്യത ഉള്ളവ മാത്രമേ അതിജീവിക്കൂ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലും ക്വാണ്ടം നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രമരഹിതമായൊരു മൾട്ടിവേഴ്സിന് പകരം ക്രമബന്ധമായ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഭൗതികശാസ്ത്ര നിയമങ്ങൾ പ്രപഞ്ചത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഒന്നല്ല, മറിച്ച് പ്രപഞ്ചം ഉണ്ടായപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്ന റെവല്യൂഷണറി തോട്ടാണ് ഹോക്കിംഗ് അവിടെ മുന്നോട്ട് വെച്ചത്. ഇത് വെറുമൊരു തിയറി മാത്രമല്ല, പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രപഞ്ചം ഉണ്ടായപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഗ്രാവിറ്റേഷണൽ വേവ്സ് അഥവാ ഗുരുത്വാകർഷണ തരംഗങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ഹോക്കിങ്ങിൻ്റെ ഈ ലാസ്റ്റ് പ്രഡിക്ഷൻ ശരിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിനായിട്ട് ലിസ പോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ത്യയിലെ ഹിങ്കോളിയിൽ നിർമ്മിക്കുന്ന ലിഗോ ഇന്ത്യ ഒബ്സർവേറ്ററിയും ഇതിൽ പങ്കുവഹിക്കും. സ്റ്റീഫൻ ഹോക്കിംഗ് ആ കവിളിലെ തുടുപ്പ് കൊണ്ട് എഴുതിയത് വെറുമൊരു സമവാക്യമല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള വലിയ സന്ദേശമാണ്. ലോകം അരാജകത്വമാണെന്നും എല്ലാം വെറും യാദൃച്ഛികതയാണെന്നും വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും അതിന് കൃത്യമായ ക്രമമുണ്ടെന്നും അദ്ദേഹം തൻ്റെ അവസാന ശ്വാസം വരെ വാദിച്ചു. അദ്ദേഹം ആ പ്രബന്ധം അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യചിഹ്നത്തോടെയാണെങ്കിലും ആ ചോദ്യം വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഒരു വഴിവിളക്കാണ്. പ്രപഞ്ചം ഒരു ലോട്ടറി അല്ല, മറിച്ച് അത് പ്രകൃതിയുടെ സുന്ദരമായൊരു തിരഞ്ഞെടുപ്പാണെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. ചലിക്കാൻ പോലും ആകാത്തൊരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങൾ കണ്ട ആ മനുഷ്യൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. ഇവിടെയാണ് വളരെ ഗൗരവകരമായിട്ടുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അവസാന പ്രബന്ധത്തിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയമുണ്ട്. അത് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. അത് കേവലം മൾട്ടിവേഴ്സിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ഫിസിക്സിൻ്റെ നിയമങ്ങളെയും അടിസ്ഥാനത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ സാധാരണയായി എന്താണ് കരുതുന്നത്? പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ? അതായത് ബിഗ് ബാങ് എന്ന പ്രതിഭാസം നടക്കുന്നതിന് മുൻപ് തന്നെ ഗുരുത്വാകർഷണവും പ്രകാശത്തിൻ്റെ വേഗതയും ഇലക്ട്രോണിൻ്റെ ചാർജും ഒക്കെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ നിയമങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെയാണ് ഇതെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഹോക്കിങ്ങും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ തോമസ് ഹെർഗോട്ടും പറയുന്നത് ഇതല്ല. അവരുടെ അഭിപ്രായത്തിൽ ഫിസിക്സിലെ നിയമങ്ങൾ പ്രപഞ്ചത്തിന് മുൻപേ ഉണ്ടായ ഒന്നല്ലെന്നും മറിച്ച് അവ പ്രപഞ്ചത്തോടൊപ്പം ജനിച്ചതാണ് എന്നുമാണ്. ഈ പ്രപഞ്ചം വികസിച്ച് വന്നപ്പോൾ ആ വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിയമങ്ങൾ രൂപപ്പെടുകയായിരുന്നു. ഇതിനെ നമുക്ക് ഡാർവിൻ്റെ പരിണാമത്തോട് ഉപമിക്കാം. ജീവജാലങ്ങൾ പരിണമിച്ചു വന്നപ്പോൾ അവയുടെ ശരീരഘടനയും സ്വഭാവവും
എങ്ങനെയാണോ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടത് അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും. ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം കേവലം സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മാത്രം തുടക്കമല്ലായിരുന്നു, അത് നിയമങ്ങളുടെയും കൂടി തുടക്കമായിരുന്നു. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പ്രകാശത്തിന് ഈ വേഗത മാത്രമുള്ളത്, എന്തുകൊണ്ടാണ് ഗുരുത്വാകർഷണത്തിന് ഇത്രയും ബലം മാത്രമുള്ളത്? ഇതിനൊക്കെ ഫിസിക്സ് നൽകുന്ന പരമ്പരാഗതമായ മറുപടി അതങ്ങനെയാണ്, അത് മാറ്റമില്ലാത്ത പ്രപഞ്ച നിയമമാണ് എന്നാണ്. എന്നാൽ ഹോക്കിംഗ് പറയുന്നത് ഈ നിയമങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിൽ അതിജീവിച്ച് വന്നവയാണെന്നാണ്. ഒരു ക്വാണ്ടം ഫിൽറ്ററിങ്ങിലൂടെ അഥവാ ഒരു തിരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നപ്പോൾ ബാക്കിയായ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നിയമങ്ങൾ കളിയുടെ നിബന്ധനകളല്ല, മറിച്ച് കളിയുടെ റിസൾട്ടാണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് എത്തിച്ചേർന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അമ്പരപ്പ് തോന്നാം, കാരണം നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ തർക്കങ്ങളും സംവാദങ്ങളും സ്വാഭാവികമാണ്. ഹോക്കിങ്ങിൻ്റെ ഈ പ്രബന്ധം പുറത്തു വന്നപ്പോൾ ലോകത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും അത് കൈയടിച്ച് സ്വീകരിക്കുകയല്ല ചെയ്തത്. നീൽ ടൂറോക്കിനെ പോലെയുള്ള പ്രശസ്തരായ ഫിസിസിസ്റ്റുകൾ ഇതിനെ സ്ട്രോങ് ആയിട്ട് എതിർത്തിരുന്നു. ടൂറോക്കിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഹോക്കിംഗ് പഴയ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ല, മറിച്ച് ഹോളോഗ്രഫി എന്ന പുതിയ വഴിയിലൂടെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതായത് ഒരു കണക്ക് ചെയ്യാൻ പ്രയാസം തോന്നിയാൽ അതിന് വേറെ രീതിയിൽ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമല്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എതിർപ്പ് വന്നത് പോൾ സ്റ്റെയിൻഹാർട്ടിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന ആശയത്തിന് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇൻഫ്ലേഷൻ നടക്കണമെങ്കിൽ തന്നെ പ്രപഞ്ചം ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാകും. ഈ എതിർപ്പുകളെല്ലാം തന്നെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോക്കിങ്ങിൻ്റെ ഉത്തരം അന്തിമമാണെന്ന് ആരും പറയുന്നില്ല, അദ്ദേഹവും അത് അവകാശപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വെറും ഫിലോസഫിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ്. ഇതിനെ പരീക്ഷിക്കാൻ നമുക്ക് വഴികളുണ്ട്. പ്രപഞ്ചം അതിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ വികസിച്ചപ്പോൾ ഉണ്ടായ അതേ തരംഗങ്ങൾ, അതായത് ആ പ്രൈമോർഡിയൽ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഹോക്കിങ്ങിൻ്റെ പ്രവചനം ശരിയാണെന്ന് മനസ്സിലാക്കാം. നിലവിൽ ഭൂമിയിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് കണ്ടെത്തുന്ന ലിഗോ പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഇത് പറ്റില്ല, കാരണം അവ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആവൃത്തി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് ഞാൻ മുമ്പേ പറഞ്ഞ ലിസ എന്ന് പറയുന്ന പരീക്ഷണം നടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 2.5 ദശലക്ഷം കിലോമീറ്റർ നീളമുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ച് 3 ബഹിരാകാശ വാഹനങ്ങൾ ഒരു ത്രികോണാകൃതിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ തരംഗങ്ങളെ അളക്കും. ഇത് കേവലം ഒരു എക്സ്പെരിമെൻ്റ് അല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ജനന സമയത്തെ ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഹോക്കിംഗ് മുന്നോട്ട് വെച്ച ആ ക്വാണ്ടം ഫിൽറ്ററിങ്ങിൻ്റെ അടയാളങ്ങൾ ആ തരംഗങ്ങളിൽ ഉണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഒരു പ്രബന്ധത്തിന് പുറകിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള വശം കൂടി നമ്മൾ കാണണം. ഹോക്കിംഗ് എന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 50 വർഷവും ഒരു ചക്രക്കസേരയിലായിരുന്നു. സംസാരിക്കാൻ ഒരു കമ്പ്യൂട്ടർ വേണം, ശ്വസിക്കാൻ പ്രയാസപ്പെടുന്നൊരവസ്ഥയാണ്. തൻ്റെ ശരീരത്തിലെ അവസാന പേശിയും തളർന്നു പോകുന്നതിന് മുൻപ് അദ്ദേഹം ഇത്രയും സങ്കീർണമായൊരു വിഷയം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു, പക്ഷേ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ രഹസ്യം തേടി. അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ഒരു കുത്തഴിഞ്ഞ വ്യവസ്ഥയല്ലെന്ന് തെളിയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെയുള്ള ആഗ്രഹമായിരുന്നു. എല്ലാം ഭാഗ്യം കൊണ്ടുണ്ടായതാണ് എന്നുള്ളതും നമ്മളൊരു അപകടം മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ചിലപ്പോൾ അദ്ദേഹം തയ്യാറായിരുന്നിരിക്കില്ല. ഇതിനെല്ലാത്തിനും പിന്നിലൊരു ക്രമമുണ്ടെന്ന് അദ്ദേഹം നല്ലപോലെ വിശ്വസിച്ചു. സോ ശാസ്ത്രത്തിൽ ഒരിക്കലും ഒരു ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്ന കാര്യമില്ല. ഓരോ ഉത്തരവും പുതിയ ചോദ്യത്തിലേക്കുള്ള വാതിലാണ്. ഹോക്കിംഗ് ചെയ്തത് ആ വാതിലൊന്ന് തുറന്നു വെച്ചു എന്നതാണ്. പ്രപഞ്ചം ഒരു അത്ഭുതമല്ല, അതൊരു ലോട്ടറി അല്ല, മറിച്ച് അതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. ക്വാണ്ടം ലോകത്തെ കോടിക്കണക്കിന് സാധ്യതകളിൽ നിന്നും നമ്മുടെ ഈ സുന്ദരമായ പ്രപഞ്ചം എങ്ങനെ തെറിച്ചു വന്നു എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം എഴുതിയ ആ പ്രബന്ധത്തിലെ ചോദ്യചിഹ്നം നമുക്കൊരു ചലഞ്ചാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ അഴിച്ചെടുക്കാനുമുള്ള ഉത്തരവാദിത്തം വരാനിരിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള തലമുറകൾക്കാണ്. അദ്ദേഹം വിട പറഞ്ഞെങ്കിലും അദ്ദേഹം തുറന്നു വെച്ച അറിവിൻ്റെ വെട്ടം ഇന്നും നീളുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കൽ ആരെങ്കിലും അത് ഡീകോഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ വീണ്ടും വെരിഫൈ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ പരിശോധിക്കുക. കൂടുതൽ ശാസ്ത്ര അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ